അറബിക്കടലിൽ അപകടത്തിൽപ്പെട്ട ചരക്ക് കപ്പലിലെ തീയണയ്ക്കാനുള്ള ശ്രമം തുടരുകയാണ്. കപ്പലിലെ വലിയ തീനാളങ്ങൾ കുറഞ്ഞെങ്കിലും കനത്ത പുക തുടരുകയാണ്. കപ്പലിലുള്ള ഭൂരിഭാഗം കണ്ടെയ്നറുകളിലേക്കും തീ പടർന്നിട്ടുണ്ട്. കപ്പൽ ചെരിഞ്ഞതിനാൽ ദൗത്യം കൂടുതൽ ദുഷ്കരമായി മാറിയിട്ടുണ്ട്. മിഥില ബാലൻ കോഴിക്കോട്ട് നിന്ന് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. മിഥില, ഇപ്പോഴും കപ്പലിനകത്ത് തീ ആളിക്കത്തുന്ന നിലയുണ്ട്. കണ്ടെയ്നറുകൾ വലിയ രീതിയിൽ കത്തി നശിക്കുന്നു. അതിനിടയിൽ ഏറ്റവും പ്രധാനം ഈ കപ്പൽ ചെരിഞ്ഞ നിലയിലാണ്. അത് ഇന്നലെ ഉണ്ടായതിനേക്കാൾ കൂടുതലായി ചെരിയുന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോയിട്ടുണ്ടോ? ദൗത്യം എത്രത്തോളം ദുഷ്കരമാണ്? ഈ ഘട്ടത്തിലെ വെല്ലുവിളികൾ എങ്ങനെ, മിഥില? ക്രിസ്റ്റിന, ആശ്വാസവും അതേ സമയം തന്നെ ആശങ്കയും നൽകുന്ന കാര്യങ്ങളാണ് പുറത്തു വരുന്നത്. ആശ്വാസം എന്നത് ഇന്നലത്തെ അത്ര തീ ആളിക്കത്തുന്നില്ലെങ്കിലും കറുത്ത പുക ഉയരുന്നുണ്ട്. നിലവിലിപ്പോൾ കോസ്റ്റ് ഗാർഡിൻ്റെ 6 വെസൽസ് അവിടെ നിലയുറപ്പിച്ചിട്ടുണ്ട്. രക്ഷാപ്രവർത്തനം അല്ലെങ്കിൽ തീ അണയ്ക്കാനുള്ള ശ്രമം ഇപ്പോഴും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രതിസന്ധി എന്നത് ഈ കപ്പൽ ചരിയുന്നു എന്നതാണ്. 15 ഡിഗ്രിയോളം ഇപ്പോൾ നിലവിൽ ചരിഞ്ഞിട്ടുണ്ട്. പൂർണ്ണമായും കടലിൽ താഴാതിരിക്കാനുള്ള ശ്രമമാണ് കോസ്റ്റ് ഗാർഡിൻ്റെ ഭാഗത്തും ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. കണ്ടെയ്നറുകളിൽ മിക്കതും കത്തി നശിച്ചിട്ടുണ്ട്. മറ്റൊന്ന് ഈ പരിക്കേറ്റ ആളുകളാണ്. പരിക്കേറ്റ ആളുകളുടെ ചികിത്സ തുടരുകയാണ്. ഇതിൽ 2 പേരുടെ നില അതീവ ഗുരുതരമാണ്. 4 പേരെ കാണാതായ 4 പേർക്കായുള്ള തിരച്ചിലും മറുഭാഗത്ത് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. മറ്റൊന്ന്, കേരള തീരത്ത് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പ്രത്യേകിച്ച് വടക്കൻ തീരമേഖലകളിലാണ് കൂടുതൽ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുള്ളത്. എന്തെങ്കിലും വസ്തുക്കൾ കടൽ തീരത്ത് അടിയുകയാണെങ്കിൽ അത് തുടരുത് എന്ന ഒരു നിർദ്ദേശമാണ് കോസ്റ്റ് ഗാർഡിന് ഓരോ ജില്ലാ ഭരണകൂടങ്ങളും നൽകിയിട്ടുള്ളത്. എന്തുതന്നെയായാലും കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ട അത്ര തീ ആളിക്കത്തുന്നില്ലെങ്കിലും തീ നിയന്ത്രണ വിധേയമായിട്ടില്ല. കോസ്റ്റ് ഗാർഡിൻ്റെ 6 വെസൽസ് ഇപ്പോഴും തീ അണയ്ക്കാനുള്ള പരിശ്രമം തുടരുകയാണ്. ക്രിസ്റ്റീന. മിഥില, ഈ കപ്പലിലെ രാസവസ്തുക്കൾ അത് വലിയ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. അത് ഈ പറയുന്നത് പോലെ ശ്വാസകോശ പ്രശ്നങ്ങൾ, പ്രത്യുൽപാദന ശേഷിയെ ബാധിക്കുമെന്നൊക്കെയുള്ള വിവരങ്ങൾ ഉണ്ടായിരുന്നു. ഒപ്പം തന്നെ കഴിഞ്ഞ ദിവസം ഈ ദൗത്യം ദുഷ്കരമാകാൻ കപ്പലിലെ ചുട്ടുപൊള്ളുന്ന ചൂടും വലിയ പ്രശ്നമായിരുന്നല്ലോ. അതിലെ ലോഹഭാഗങ്ങളൊക്കെ ഉരുകി വീഴുന്നതുമൊക്കെ. ആ ഒരു സ്ഥിതിയിൽ നിന്ന് ഇപ്പോൾ മാറ്റം വന്നിട്ടില്ലേ? ഈ രാസവസ്തുക്കളുമായി ബന്ധപ്പെട്ട എന്തൊക്കെ നിർദ്ദേശങ്ങളാണ് നൽകിയിരിക്കുന്നത്? നിലവിലിപ്പോൾ കണ്ടെയ്നറുകൾ കടലിൽ പതിച്ച ഒരവസ്ഥയാണുള്ളത്. അതുകൊണ്ട് തന്നെ വിഷാംശങ്ങൾ ഉള്ള രാസവസ്തുക്കളായതുകൊണ്ട് തന്നെ അതീവ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇന്ന് കേരള തീരത്ത് അടിയാനുള്ള ഒരു സാഹചര്യമാണ് കൂടുതലുള്ളത് എന്ന മുന്നറിയിപ്പാണ് നൽകുന്നത്. അതുകൊണ്ട് തന്നെ കനത്ത ജാഗ്രതാ നിർദ്ദേശം കേരള തീരത്ത്, പ്രത്യേകിച്ച് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കണ്ണൂരിനിപ്പുറത്തേക്ക് കേരള തീരത്ത് അടിയാനുള്ള ഒരു സാധ്യത തള്ളിക്കളയുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് മത്സ്യത്തൊഴിലാളികൾക്ക് നിലവിൽ ട്രോളിംഗ് ആണ്. എന്നിരുന്നാൽ പോലും ചെറുവഞ്ചിയിൽ ഉൾപ്പെടെ മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകുന്നുണ്ട്. ഈ തീരത്ത് ഏതെങ്കിലും രീതിയിൽ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ അല്ലെങ്കിൽ സാധനങ്ങളോ അങ്ങനെ എന്തെങ്കിലും അസാധാരണമായ എന്തെങ്കിലും തീരത്ത് അടിയുകയാണെങ്കിൽ അതൊന്നും തന്നെ കൈകൊണ്ട് തുടരുത് എന്ന ഒരു നിർദ്ദേശമാണ് ജില്ലാ ഭരണകൂടം നൽകിയിട്ടുള്ളത്. കോസ്റ്റ് ഗാർഡിന്, കോസ്റ്റൽ പോലീസിനും കോസ്റ്റ് ഗാർഡിനും ഒപ്പം തന്നെ തീരസംരക്ഷണ സേന അങ്ങനെയുള്ള തീരവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന എല്ലാ വിഭാഗങ്ങൾക്കും ഇതുമായി ബന്ധപ്പെട്ട നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ക്രിസ്റ്റീന. ശരി, മിഥില ബാലൻ കോഴിക്കോട്ട് നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു. ഇപ്പോഴും തീ പൂർണ്ണമായി അണയ്ക്കാൻ കഴിഞ്ഞിട്ടില്ല. തീ ഇന്നലത്തേതിനേക്കാൾ താരതമ്യേന കുറവാണ്. പക്ഷേ കനത്ത രീതിയിലുള്ള പുക ഉയരുന്നുണ്ട്. കപ്പൽ ചെരിഞ്ഞ നിലയിലാണ്. രക്ഷാദൗത്യം ഇപ്പോഴും ഒരുപാട് വെല്ലുവിളികളെ അതിജീവിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്.